എല്ലാവർക്കും ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ കരിമീൻ എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അതും നല്ല സ്വാദിഷ്ടമായ രീതിയിൽ. അതിനായിട്ട് 1.5 കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കിയെടുക്കാം. മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കരിമീൻ റെഡിയായി. നാടൻ രീതിയിലായതുകൊണ്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇടുക. അതൊന്ന് വാടി വരുമ്പോൾ ചെറിയുള്ളി ചതച്ചത് 1 കപ്പ് ഇടുക. കല്ലിൽ ചതച്ചതാണെങ്കിൽ നല്ല സ്വാദുണ്ടാകും, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതിന് മുമ്പായിട്ട് ഉലുവ ഇടണം, അത് മറന്നുപോയി. ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് ഇളക്കുക. ഉള്ളി മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറുതാക്കി എറിഞ്ഞത് ഇട്ട് നന്നായി ഇളക്കുക. ഇനി ഫ്ലെയിം സിമ്മിലാക്കി നമുക്ക് അരപ്പെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ, 10 മുഴുവൻ മുളക്, 4 ചെറിയുള്ളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരപ്പ് റെഡിയായി. തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം 4 വലിയ കൊടംപുളി ചെറുതാക്കി കീറിയിടുക. ഇനി അതിലേക്ക് അരപ്പൊഴിക്കുക. അരപ്പൊഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. ഏകദേശം ഒരു 2.5 കപ്പ്. അതിനുശേഷം ഇളക്കി മൂടി വയ്ക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും. അതിനുശേഷം ഫ്ലെയിം സിമ്മിലാക്കി മൂടി വയ്ക്കുക. 5-6 മിനിറ്റ് കഴിയുമ്പോൾ മീൻ വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായ നാടൻ കരിമീൻ കറി റെഡി. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.